ഇപ്പോൾ കുംഭമേളയിൽ ഏറ്റവും അടുത്ത വരും ദിവസങ്ങളിൽ കുംഭമേളയിൽ വരാൻ വേണ്ടി പോകുന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവിടെ എത്താൻ പോകുന്നു എന്നൊരു വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ അവസരത്തിൽ ഇത് ഖാർഗെയുടെ കരണത്ത് കിട്ടുന്നൊരു അടിയായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഖാർഗെ എത്രമാത്രം ദുഷിച്ച രീതിയിലാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഭക്തകോടികൾ ഒഴുകിയെത്തുന്ന കുംഭമേളയെ ആക്ഷേപിച്ചത് എന്ന കാര്യം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഇതിലൂടെ കോൺഗ്രസ് ഖാർഗെയിലൂടെ നൽകുന്നൊരു സന്ദേശം എന്താണ്? നമ്മൾ ഹിന്ദു വിരുദ്ധമായിട്ടുള്ളൊരു പാർട്ടി തന്നെയാണ് കോൺഗ്രസ് എന്നല്ലേ ഇത്തരം നിലപാടുകളിലൂടെ അവർ തന്നെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. കാരണം അനവസരത്തിലാണ് ഖാർഗെയുടെ വായിൽ നിന്ന് വേണ്ടാത്ത രീതിയിലുള്ള ഓരോ പരാമർശങ്ങൾ വരുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഇനി വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമില്ല. കുംഭമേളയിൽ മുങ്ങിയാൽ ദാരിദ്ര്യം മാറുമോ എന്നല്ലേ ഖാർഗെ ചോദിച്ചത്. അതിലൂടെ അപമാനിച്ചത് മുഴുവൻ ഹിന്ദുക്കളെയാണ്. അവിടെ മുഴുവൻ എത്തുന്ന ഭക്തരെയാണ് യഥാർത്ഥത്തിൽ ഈ ഖാർഗെ ആക്ഷേപിക്കുകയൊക്കെ ചെയ്തത്. ഖാർഗെക്ക് അറിയാത്തൊരു കാര്യമാണോ ഈ കുംഭമേള എന്ന് പറയുന്നത്? പൈസ ചെലവ് മാത്രമല്ല, ഈ ചെലവാക്കുന്നതിനെക്കാട്ടിയും 10 മടങ്ങ് കോടാനുകോടി രൂപയുടെ വരുമാനമാണ് തിരികെ ഉത്തർപ്രദേശ് സർക്കാരിന് ലഭിക്കുന്നത്. ആ ഖജനാവിലേക്ക് പൈസ ഒഴുകിയെത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്.